ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിതിൻ്റെ സൈഡിലോട്ട് ശകലം വെള്ളം ഒന്ന് തടവി കൊടുക്കാം. തടവിന് ശേഷം നമുക്ക് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കിങ്ങനെ മടക്കി അങ്ങ് പോയാൽ മതി. ചപ്പാത്തി നമ്മൾ നോർമലി ചപ്പാത്തി പരത്തുന്ന കണക്ക് തന്നെ പരത്തി വെച്ചേക്കുവാണ്. അത് നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുത്തേക്കുക. അപ്പോൾ നമ്മളൊരു കടായിലേക്ക് കുറച്ച് വെള്ളം വെച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോൾ ചെയ്ത് വെച്ചേക്കുന്ന ചപ്പാത്തി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തീ കുറച്ച് വെച്ചേക്കുവാണ്. നമുക്കിതെല്ലാം വെച്ചതിന് ശേഷം തീ കൂട്ടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി തീ കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചൊന്നും വെക്കണ്ട. ഇതൊരു 5 മിനിറ്റിനകത്ത് നല്ലപോലെ വെന്ത് വരും. അന്നേരം നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം. വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നെയ്യ് ചൂടായി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 3 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് ഒരു 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ സൈസ് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് തീ കൂട്ടി വെക്കാം. തക്കാളിയെല്ലാം ഒരുവിധം ഒന്ന് ഉടഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ സോയാ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി വെള്ളമല്ല ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്നെല്ലാം ഒന്ന് വെന്ത് കുറുകി വരാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നമ്മളിതിപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം വേവിച്ചെടുത്തത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തീ കൂട്ടി വെച്ച് തന്നെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഗ്രേവി എല്ലാം ഈ ചപ്പാത്തിക്കകത്ത് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നമ്മളത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്കിത് രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.